ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ കാണാവുള്ള നല്ല ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ഇവൻ പേരും കള്ളനാണ്, ഇവനാണ് എന്നെ കബളിപ്പിക്കാൻ നോക്കിയത്, ഇവനാണ് ഒരു പെണ്ണിനെ കൊണ്ട് നിർത്തിയിട്ട് അവളാണ് എനിക്ക് കരള് തന്നതെന്ന് പറഞ്ഞവൻ, ഇവനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, ഇവന് കിട്ടാനുള്ളതൊക്കെ ഞാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ നവ്വിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. ഇത് നേരത്തെ അമ്മായി എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ പറയില്ലായിരുന്നോ ഈ വീട്ടിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവൻ തന്നെ ആയിരിക്കണം. ഇവനുണ്ടല്ലോ പൈസയ്ക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിക്കത്തില്ല. അതുപോലെ വൃത്തികെട്ട സ്വഭാവം. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇവിടുത്തെ ആദർശേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം ഇവൻ വലിയ സ്മാർട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് കുറേ നുണകൾ പറഞ്ഞു. അന്നെന്റെ സ്വഭാവം അത്രയ്ക്ക് ശരിയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവനെ അങ്ങ് വിശ്വസിച്ചു. അതുകൊണ്ട് ഇപ്പൊ എന്താ പറ്റിയത്? എന്റെ ജീവിതം ഇങ്ങനെയായി. എടാ, ഇപ്പം എന്റെ വയറ്റിൽ നിന്റെ കുഞ്ഞു വളരുന്നുണ്ട്. ആ കുഞ്ഞിനെ നീ ഓർക്കണ്ട. നീ ഒന്ന് ഓർത്തു നോക്ക്. നീ ഒരു അച്ഛനാകാൻ പോവുക. അതെങ്കിലും നീ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള ക്രൂരതകൾ നിനക്ക് ചെയ്യാതിരുന്നൂടെ? നിന്റെ കുഞ്ഞിനെയാണല്ലോ ഞാൻ വയറ്റിൽ ചുമക്കുന്നത് ഓർത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുച്ഛമാ തോന്നുന്നത്. പുച്ഛം, വെറും പുച്ഛം. ഏതായാലും ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. ഇവനെ ഉണ്ടല്ലോ ജയിലിൽ കയറ്റണമായിരുന്നു അമ്മായി. ഇവനെ അഴി എണ്ണിക്കണമായിരുന്നു. എന്നാലേ ഇവൻ പഠിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇവൻ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, ഇവനുണ്ടല്ലോ, ഇവൻ കള്ളത്തരം മാത്രമല്ല ചെയ്തത്, എന്റെ ആദർശിനെ ഇവൻ കുറ്റക്കാരനാക്കാൻ നോക്കി. ഇവൻ എന്താന്നോ പറഞ്ഞത്, 50 ലക്ഷം രൂപ ഞാന് ചെക്ക് എഴുതി കൊടുത്തല്ലോ, അത് കൊണ്ട് കൊടുക്കാത്തത് ഇവന് 50 ലക്ഷം രൂപ എടുക്കാനാണെന്ന്. എന്റെ ആദർശ് മോന് 50 ലക്ഷം രൂപ കിട്ടിയിട്ട് എന്തിനാ? അതുപോലെയുള്ള നുണകൾ പറഞ്ഞ് എന്റെ മകനും ഞാനും തമ്മിൽ തെറ്റാൻ വേണ്ടി ഇവന് പല തവണ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തവണയും ഇവൻ നുണ പറഞ്ഞു. ഇങ്ങനെ നുണ പറയുന്ന ഒരുത്തനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിവന്റെ അവസാന കള്ളത്തരമായിരിക്കണം. ഇനി ഇവൻ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുകയാണെങ്കിൽ അത് അനന്തപുരി തറവാട്ടിന് വെളിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വസുന്ധര പറഞ്ഞു, അതെങ്ങനെയാ നന്നാകുന്നത്? തള്ള നന്നായാലല്ലേ മോൻ നന്നാകത്തുള്ളൂ. തള്ള കണ്ടില്ലേ, ഇങ്ങനെയല്ലേ തള്ള പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കള്ളത്തരം ചെയ്യാൻ പാടില്ല, നല്ലത് മാത്രമേ ചെയ്യാവുള്ളെന്ന് ചെറുപ്പത്തിലെ മുതൽ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണമായിരുന്നു. അങ്ങനെയല്ലല്ലോ, കള്ളത്തരം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓരോന്ന് കട്ടും മൂട്ടിച്ചും മുടിച്ചും നശിപ്പിക്കാനുണ്ടായ സന്താനോ ഇവന്. നിനക്ക് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ ജലജെ? നീയോ ഇങ്ങനെയായി പോയി. നിന്റെ മകനെങ്കിലും നല്ല രീതിയിൽ വളരണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, കേക്കടാ കേക്ക്, നീ ചെയ്യുന്ന കള്ളത്തരത്തിന് മുഴുവൻ ഇപ്പൊ ഞാനല്ലേ അനുഭവിക്കുന്നത്. എടാ അഭി, നീ എന്തിനാടാ ഇത് ചെയ്തത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇതെല്ലാം ഞാൻ കേൾക്കേണ്ടി വന്നത്. ഇപ്പൊ ആരാ കുറ്റക്കാരിയായത്? ഞാനല്ലേ എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അഭി നോക്കുന്നുണ്ട് രൂക്ഷമായിട്ട്. ജലജനെ നോക്കുക, എന്റെ അമ്മേ, ഞാനാണോ ഇതൊക്കെ ചെയ്തു വെച്ചത്? അമ്മയല്ലേ ഐഡിയ പറഞ്ഞു തന്നത് എന്നിങ്ങനെ മനസ്സിലൊക്കെ പറയുകയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് ജലജ അങ്ങ് പോയി, അഭിയും അങ്ങ് പോയി, നമ്മുടെ നവ്യൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്ന എനിക്കറിയില്ലാത്തത്. ഇതുപോലെയുള്ള കള്ളത്തരങ്ങളും കൗശലങ്ങളും ഒക്കെ കാരണമാണ് ആദർശേട്ടന്റെ അഭിനെ ഇപ്പം ഓഫീസിൽ പോലും കയറ്റാത്തത്. ഏതായാലും എങ്ങനെ ഇതിനൊക്കെ മനസ്സ് തോന്നുന്നതെന്നാ എനിക്കറിയില്ലാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വസുന്ധര പറഞ്ഞു, എങ്ങനെ മനസ്സ് തോന്നാതിരിക്കും? അതെ, ഞാൻ പറഞ്ഞല്ലോ, ജലജ അവള് തന്നെ എല്ലാത്തിന്റെയും മൂല കാരണം. അവളുടെ വളർത്തുദോഷം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്റെ ആദർശ് മോനെ കണ്ടു വളർന്ന അനിയുടെ കാര്യം കണ്ടില്ലേ? അവൻ എത്ര ഡീസന്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അവൻ ഇനിയിപ്പോ എത്ര ബ്രാഞ്ചുകളെ ഏൽപ്പിച്ചാലും അവൻ വിശ്വസ്തയോടുകൂടി തന്നെ എല്ലാം ചെയ്യും. അവൻ അങ്ങനെയാ. പക്ഷെ ആദർശിനെ കണ്ടു വളർന്ന ഇവൻ ഇങ്ങനെ ആയിപ്പോയി, പിഴച്ചു കുത്തിപ്പോയി. ഇവൻ ഇനി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. പാവം നവ്യമോളുടെ കാര്യം ഓർത്തിട്ടാ എനിക്ക് വിഷമം വരുന്നത് എന്നൊക്കെ പറയാണ്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനയും അങ്ങ് പോയി കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നയനയും അങ്ങ് പോയി. പിന്നെ അവിടെ നിൽക്കുന്നത് നമ്മുടെ ദേവയാനിയും ജയനും മുത്തശ്ശിയുമാണ്. അങ്ങനെ ദേവയാനി പറയാ, എല്ലാവരും കൂടി ചേർന്ന് എന്നെ കബളിപ്പിക്കുകയാണല്ലോ. ഇപ്പൊ അഭി കബളിപ്പിക്കുന്നു, അതുപോലെ തന്നെയാണല്ലോ ഇവിടെ എല്ലാവരും എന്നെ കബളിപ്പിക്കുന്നത്. ആരും എന്നോട് സത്യമൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ ജയൻ പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഓർത്തത് താൻ ആ 50 ലക്ഷം രൂപ കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുത്തു കാണുന്ന.
ആകപ്പാടെ പേടിച്ചു വിറച്ചിരിക്കുമായിരുന്നു. താൻ കാണിച്ചത് ഏതായാലും നല്ല കാര്യം തന്നെയാ. എന്താ വിചാരിച്ചത്? എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ഇപ്പൊ ഞാൻ അഭീനെ പൂട്ടിയത് കണ്ടില്ലേ? ഇതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരെയും പൂട്ടുന്ന ഒരു ദിവസം ഉണ്ടാകും. നോക്കിക്കോ. നിങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടല്ലോ കരള് തന്ന ഒരുത്തിനെ, നയനാന്ന് പേരുള്ളവള്. അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നായിരുന്നു കേട്ടോ. അപ്പൊ നയന ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നയനേനെ നോക്കിയിട്ടാണ് ദേവയാനി പറയുന്നത്, നയന എന്ന് പേര് ഉണ്ടെന്ന് പറഞ്ഞ് ഇനി ഇവളെ ചൂണ്ടി കാണിച്ചു തന്നാലേ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇവൾ എനിക്ക് കരള് തരാൻ പോകുന്നുണ്ടോ? ഒരിക്കലും ഇവൾ എനിക്ക് കരള് തരില്ല. എന്നെ കുഴിയിലേക്ക് എടുക്കാൻ വേണ്ടിയല്ലേ ഇവള് നോക്കിയിരിക്കുന്നത്. ഇവള് കരള് തരുവോ? ഇനിയിപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും തന്നെ അത് ഞാൻ വിശ്വസിക്കത്തുമില്ല. ഇനിയിപ്പോ ഇവളെ കരള് തന്നതെന്ന് കൂട്ടിക്കോ, അത് ഞാൻ അംഗീകരിക്കത്തുമില്ല. കാരണമേ നിങ്ങൾ എല്ലാവരും എന്നെ കബളിപ്പിച്ചതല്ലേ, കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എങ്ങനെയാ ഞാൻ എല്ലാവരെയും അംഗീകരിക്കുന്നത്? ആരെയും ഞാൻ അംഗീകരിക്കില്ല. ഇനി എന്തെങ്കിലും കള്ളത്തരം നിങ്ങൾ എന്നോട് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഞാൻ സ്വീകരിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ എന്താ കാണാൻ പോകുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും തന്നെ ജയനും വസുന്ധരയ്ക്കും നയനിക്കും പേടിയായിട്ടോ. അങ്ങനെ ജയൻ പറഞ്ഞു, ഇനിയിപ്പം നയനെയാണ് കരള് തന്നതെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം പ്രശ്നമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കണ്ടില്ലേ, കബളിപ്പിച്ചുകൊണ്ടിരിക്കുക അവളെ എന്ന കബളിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മളെല്ലാം എന്ന അവളുടെ വിചാരം. നമ്മൾ ഇനി ഈ സത്യം തുറന്നു പറഞ്ഞാലും ഒരു പക്ഷേ നയനയോടുള്ള ദേഷ്യം കൂടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നയനിക്കും സങ്കടമായിട്ടോ. നയനിയും നേരെ റൂമിനകത്തേക്ക് കയറി പോവുകയാണ്. വസുന്ധരയും ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്, ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരോടൊക്കെ ദേഷ്യവും കലിയും മാത്രമേ ഉണ്ടാകത്തുള്ളൂ, തന്നെ കബളിപ്പിച്ചു എന്നൊരു തോന്നല് ദേവയാനിക്ക് ഉണ്ടാകും എന്ന് ദേവയാനി വരുത്തി തീർക്കുന്നതാണ്. ഉടനെയൊന്നും നമ്മുടെ നയനയുടെ കാര്യം ഇവരോട് ദേവയാനിയോട് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ദേവയാനി ഇവരോട് അങ്ങനെ പറഞ്ഞത്. കുറച്ച് നാളും കൂടെ മാറി നിന്ന് നമ്മുടെ ദേവയാനിക്ക് നയനെ അങ്ങോട്ടൊന്ന് അടിപൊളിയായിട്ട് സ്നേഹിക്കണം. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദു അനന്തപുരി തറവാട്ടിലേക്ക് വന്ന് ഇറങ്ങാണ്. നന്ദു വന്ന് ഇറങ്ങിയതും പെട്ടെന്ന് നമ്മുടെ നവ്യ ഓടി വന്നിട്ട്, അയ്യോ ഇത് ആരാ വന്നിരിക്കുന്നത്? മോളെ നന്ദു, നീ കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും മോളിപ്പോ എന്താ പെട്ടെന്ന് വന്നത്? അത് പിന്നെ എനിക്ക് ചേച്ചിമാരെ കാണണമെന്ന് തോന്നിയാ പിന്നെ ഞാനിങ്ങ് പെട്ടെന്ന് പോരാതെ. ഏതായാലും മോള് ചെയ്തത് നന്നായിട്ടോ. ഇങ്ങനെ ഞങ്ങളെ കാണണമെന്ന് തോന്നുമ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. അല്ലാതെ ആരെയും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അവരിങ്ങനെ പറയും ഇവരിങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കരുത്. എന്നെയോ നയനെയോ കാണണമെന്നുണ്ടെങ്കിൽ മോക്ക് അപ്പം തന്നെ ഇങ്ങോട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ജാനകി വരുന്നത്. ജാനകി ഇവളെ കണ്ടതോ, അതായത് നമ്മുടെ നന്ദുവിനെ കണ്ടതും ജോനകി അങ്ങ് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയില്ലേ. ഓഹോ, എഴുന്നള്ളി വന്നോ? എടി നിന്നോട് ഈ വീടിന്റെ പടി ചവിട്ടലെന്ന് പറഞ്ഞിട്ടില്ലടി, പിന്നെ എന്തിനാടി നീ ഇപ്പൊ എഴുന്നള്ളി ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, എന്റെ അനിയത്തി ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതെ, എന്റെ അനിയത്തി ഇഷ്ടമുള്ളപ്പോ ഇങ്ങോട്ടേക്ക് വരും. ഇഷ്ടമുള്ളപ്പോ ഇങ്ങോട്ടേക്ക് വരും വശീകരിക്കാൻ വേണ്ടി. ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആരെ വശീകരിക്കാന്? നിങ്ങൾ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? എന്റെ അനിയത്തിക്ക് ആരെയും വശീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ വശീകരിക്കണമായിരുന്നെങ്കിലേ ഈ കല്യാണം നടക്കില്ലായിരുന്നു. നിങ്ങളുടെ മോനും അനാമികയും തമ്മിലുള്ള കല്യാണം, അതിനോടൊന്നും ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് തന്നെയാ എന്റെ അനിയത്തി അവനെ വിട്ട് കളഞ്ഞത്. എന്റെ അനിയത്തി വിട്ട് കളഞ്ഞതിനെ അല്ലേ അനാമിക എന്ന് പറയുന്ന അവള് ചുമന്നോട്ട് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളുടെ മകനൊന്നും ഒരാവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ദേവയാനി വരികയാണ്. അപ്പൊ ദേവയാനി വന്ന ഉടനെ തന്നെ നമ്മുടെ നവ്യ വല്ലാണ്ടങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ദേവയാനിയുടെ ആയിരിക്കും അടുത്ത ഊഴെന്ന് അറിയാലോ, ദേവയാനി ആയിരിക്കും ഇനിയിപ്പോൾ അടുത്ത് പറയുന്നതെന്ന് അറിയാലോ. ഏതായാലും ദേവയാനി വന്ന ഉടനെ തന്നെ നമ്മുടെ നന്ദുവിനോട്, അല്ല മോളെന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, വാ കേറി വാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നന്ദു തന്നെ ഒന്ന് പേടിച്ചു പോവാണ് കേട്ടോ. ഇതന്നെ എല്ലാ പ്രാവശ്യവും വരുമ്പോഴത്തേക്കും ചൂലും എടുത്ത് ആട്ടി ഓടിക്കാൻ നിൽക്കുന്ന നമ്മുടെ ദേവയാനി എന്താ ഇങ്ങനെയെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, എന്താ ഏടത്തി ഇവള് സൽക്കരിച്ച് വീട്ടിനകത്തേക്ക് കയറ്റിയിരുത്താൻ പോവാണോ? അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, അത് പിന്നെ എന്റെ മോൻ ഇവളെ ഞാൻ ആട്ടി ഇറക്കി വിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ അവന്റെ സ്വഭാവം. എന്തിനാ ഇവളെ പോലെ ഉള്ളവളെയൊക്കെ അകത്ത് കയറ്റിയിരുത്തുന്നത്? എന്തിനാ ഏടത്തി ആദർശിനെ പേടിക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നന്ദു ഇതൊന്നും ശ്രദ്ധിക്കാതെ നവ്യയോട് കാര്യങ്ങൾ പറയുക, എനിക്ക് SI സെലക്ഷൻ കിട്ടിയെന്ന്. ഇത് കേട്ടത് നമ്മുടെ നവ്യക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. മോളെ സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചപ്പോ, സത്യം അയച്ചി, ഞാൻ SI സെലക്ഷൻ എഴുതിയ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അല്ലെങ്കിലും നേരത്തെ തന്നെ പുരോഹിതൻ എന്നോട് പറഞ്ഞായിരുന്നു SI സെലക്ഷൻ പാസ്സാകുന്നു. എങ്കിലും ഞാനത് പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഇനി മോൾ ഒരു കാര്യം ചെയ്യണം. SI പോസ്റ്റിൽ കയറി കഴിഞ്ഞ് വേറെ ടെസ്റ്റുകൾ എഴുതി അതിനേക്കാളും ഉയർന്ന പദവിയിൽ തന്നെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകീനെ ഒരു നോട്ടം നോക്കിയിട്ട് പറയാണ്, അതെ ഇനി
ഞങ്ങളുടെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ല. കാരണം എന്റെ അനിയത്തി SI ആ, ഇനി അഭിമാനത്തോടു കൂടി എനിക്ക് ഇങ്ങനെയൊക്കെ പറയാലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, ഒരു കാര്യം അകത്ത് കയറിയിരിക്കുക, ഞാൻ ഇപ്പൊ കുടിക്കാൻ എടുക്കാന്ന് പറഞ്ഞ് ദേവയാനി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ അനിയും അനാമികയും കൂടെ പുറത്തു പോയിട്ട് വരുന്നത്. അങ്ങനെ കാറ് വന്ന് നിൽക്കുന്ന ഉടനെ തന്നെ ജാനകി പറയുന്നുണ്ട്, ഓ കറക്റ്റ് സമയത്ത് തന്നെയാണല്ലോ അവര് വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, അതെന്താ, എനിക്കും എന്റെ കുടുംബക്കാർക്കും ഇങ്ങോട്ടേക്ക് വരത്തില്ലേ? എനിക്കും അനാമികയ്ക്കും അനാമികയുടെ കുടുംബക്കാർക്കും മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ. ഞാനും ഈ വീട്ടിൽ കയറി വന്ന മരുമകള് തന്നെയാ. എന്റെ അനിയത്തിക്കും എന്റെ അച്ഛനും എന്റെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമുള്ളപ്പോ ഇങ്ങോട്ടേക്ക് വരാം, അതിനാരും തടസ്സമല്ല. മുത്തച്ഛനും മുത്തശ്ശിയും പ്രത്യേകിച്ച് അവര് ഇങ്ങോട്ടേക്ക് വരുന്നതിൽ സന്തോഷിക്കുന്നവരാ. അല്ലാതെ നിങ്ങളെപ്പോലെ എന്റെ അനിയത്തിനെയോ എന്റെ വീട്ടുകാരെയോ ആട്ടി ഇറക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവര് അരുത് എന്ന് പറയുന്ന ആ സമയം വരെ എന്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഇവിടെ വന്ന് കയറും. നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അനിയും അനാമികയും അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. അനാമിക കണ്ടതും, ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവളെ ആരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? അതെ, എന്തിനാണെന്ന് ഞാൻ പറയാം. SI ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു, ലിസ്റ്റിലെ എന്റെ അനിയത്തിയുണ്ട്. ഇത് കേട്ടതും അനാമിക അങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ. അല്ലാതെ തന്നെ നമ്മുടെ നന്ദുവിന്റെ സ്വഭാവം അറിയാലോ, ഇനി SIയും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പോക്കാന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ അനാമിക പറഞ്ഞു, SI എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിനേക്കാളും മുകളിലാന്ന ഇവളുടെ വിചാരം. എങ്കിലേ പെൺകുട്ടികൾ പോലീസ് ഓഫീസർ ആവുന്നത് ഇന്നത്തെ കാലത്ത് അഭിമാനം തന്നെയാടി. സാധാരണ പെൺകുട്ടികളൊന്നും ഇത്തരം ജോലികൾ ആഗ്രഹിക്കില്ല. നിന്റെ അനിയത്തി മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ. അതെ, എന്റെ അനിയത്തിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തന്നെ എന്റെ അനിയത്തി തെരഞ്ഞെടുത്തത്. അപ്പോഴത്തേക്ക് അനി പറഞ്ഞു, അത് ശരിയാ നവ്യടുത്തി പറഞ്ഞത്. നന്ദുവിന് പോലീസ് യൂണിഫോം ഇടണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏതായാലും അത് നടന്നല്ലോ. അപ്പൊ അനാമിക പറഞ്ഞു, എത്ര പറഞ്ഞാലും ഇവൾ അനുസരിക്കില്ല അമ്മേ. ഇവൾ ഇവിടെ ഓരോ തവണ കയറി വരുമ്പോഴും ഞാനും ഇവനും തമ്മിലുള്ള അകലവേ കൂടിക്കൊണ്ടിരിക്കുക. അതാണല്ലോ ഇവളുടെ ആവശ്യം. അതുകൊണ്ടാണല്ലോ ഇവൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇത് കേട്ടത് നമ്മുടെ ദേവയാനിക്കും കലി വന്നോട്ട്. പക്ഷെ ദേവയാനിക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ അനാമിക പറഞ്ഞു, ഒരു ദിവസം ഞാൻ പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയി ആ സ്ഥാനത്തേക്ക് ഇവക്ക് കയറി വരണം. അതിനുവേണ്ടിയുള്ള ഇവളുടെ തത്രപ്പാട ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വരുന്നതേ അതിനുവേണ്ടി മാത്രം. അല്ലാതെ ഇപ്പൊ SI സെലക്ഷൻ കിട്ടിയത് പറയാനൊന്നും അല്ല ഇവൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യം വന്ന് അകത്തേക്ക് കയറി പോയിട്ടോ. നമ്മുടെ ദേവയാനി ഇതെല്ലാം കേട്ട് സഹിച്ചു നിൽക്കുകയാണേ. അങ്ങനെ ജാനകി പറഞ്ഞു, മോള് പറഞ്ഞത് സത്യവാ, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നീ കേറി പോടാ. എന്താ അമ്മ ഞാൻ ഇവിടെ നിന്നെന്നോർത്ത് ഇത്ര പ്രശ്നം ഇരിക്കുന്നത്? അമ്മ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു, നിന്നോട് പോകാനാ പറഞ്ഞത്, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അനി അങ്ങ് അകത്ത് കയറി പോകുകയാണ്. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ഓർത്ത് തന്നെയാണ് അനി അകത്തേക്ക് കയറി പോകുന്നത്. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, എന്താ ജാനകി ഇത്? എന്താണെന്ന് നേരത്തേക്ക് മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു, അത് പിന്നെ എനിക്കൊരു ജോലി കിട്ടണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചതേ നയനേച്ചിയാ. അതുകൊണ്ടാ ഇങ്ങനെ ഒരു സന്തോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പം ഞാൻ ഓടി വന്നതും എന്റെ ചേച്ചിമാരെ കാണാൻ വേണ്ടി, അത് നേരിട്ട് പറയാൻ വേണ്ടി. അപ്പം ജാനകി പറഞ്ഞു, അവളിപ്പോ ആദർശനൊപ്പം ഓഫീസിൽ പോകുന്നത് നിനക്കറിയില്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്? നിനക്ക് ഓഫീസിൽ പോകത്തില്ലായിരുന്നോ? അപ്പം ദേവയാനി പറഞ്ഞു, ജാനകി വേണ്ട, മിണ്ടാതിരിക്കുക. നീ ഇരിക്കുക, ഞാൻ കുടിക്കാൻ ഇപ്പൊ എന്തെങ്കിലും എടുക്കാം, നീ ഇരിക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, വേണ്ട ആന്റി, എനിക്ക് വേണ്ട, ഞാൻ പോവുക. അല്ല വേണ്ടാന്ന് നീയാണോ തീരുമാനിക്കുന്നത്? നിന്നോടാ പറഞ്ഞ അവിടെ ഇരിക്കാന്, ഞാൻ കുടിക്കാൻ എടുക്കും, അത് കുടിച്ചിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി അകത്ത് ചിരിച്ചുകൊണ്ട് കയറി പോവാണ് കേട്ടോ. ദേവയാനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷമായി. അങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക, എന്റെ മരുമകളുടെ അനിയത്തി ഒരു നല്ല വാർത്തയാ പറഞ്ഞത്. അത് അവളെക്കാളും വലിയ സന്തോഷം കിട്ടുന്ന നയനയ്ക്കാണെങ്കിലേ ആ സന്തോഷം എനിക്കും കൂടെ ഉള്ളതാ എന്നിങ്ങനെ പറയല്ലേ മനസ്സിൽ വിചാരിക്കാം. ഏതായാലും അകത്തേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, നിനക്ക് തൃപ്തി ആയല്ലോ ഇപ്പൊ? എന്റെ മകനും മകന്റെ ഭാര്യയും അടിച്ചു പിരിയണമെന്ന് തന്നെയാ നിങ്ങളുടെ ആഗ്രഹം. അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു, ഓ പിന്നെ ഞാനും എന്റെ അനിയത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. പിന്നെ എന്റെ അനിയത്തി ഇഷ്ടമുള്ളപ്പോ ഇവിടെ വരും. അതുകൊണ്ട് അത് തടയാനൊന്നും ആരും നോക്കണ്ട, മോൾ അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുവിനെയും കൂട്ടി നവ്യ അകത്തേക്ക് കയറിപ്പോയി അവിടെ ഇരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജാനകിക്ക് കാലിൽ ഇങ്ങനെ പെരുത്ത് വരുന്നുണ്ട് ദേഷ്യം കേട്ടോ. ഏതായാലും അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അനിയും അനാമികയാണ്. അങ്ങനെ അനാമിക പറയാ, നിനക്ക് സന്തോഷമായല്ലോ, നിന്റെ കാമുകി കാക്കിയിടാൻ പോവുമല്ലോ, ഇതിപ്പരെ നല്ല സന്തോഷം ഉണ്ടോ നിനക്ക്? അതേടി, സന്തോഷം തന്നെയാ. അവക്ക് കിട്ടേണ്ട ജോലി തന്നെയാ കിട്ടിയിരിക്കുന്നത്. അവൾ SI ആയി കഴിഞ്ഞാൽ എപ്പോളിക്കും അവളെക്കാളും സന്തോഷമാണല്ലോ അതറിഞ്ഞപ്പോ മുതൽ നിനക്ക്. അതെ, അതങ്ങനെ തന്നെയാ. എന്താ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവളെ എന്റെ നല്ലൊരു സുഹൃത്തുക്കൾക്ക് നേട്ടം ഉണ്ടാകുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖമല്ല, സന്തോഷം തന്നെയാ. ഞാൻ സന്തോഷിക്കും, നിനക്ക് തടയാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പുറകെ വലിഞ്ഞു കയറി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയാ, അവൾ SI ആയിട്ട് വന്ന് എന്നെ കള്ളക്കേസ് കൊടുക്കുവോ?
ഓ, അങ്ങനെ ഒരു പേടിയൊന്നും നിനക്ക് വേണ്ട. പക്ഷെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് നിന്റെ മുഖം നോക്കാതെ അകത്താക്കിയെന്നും വരും. തെറ്റ് ചെയ്തില്ലെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് നീയും അവളും കൂടെ വരുത്തി തീർക്കുമല്ലോ. എന്നിട്ട് എന്നെ ഇവിടുന്ന് വെളിയിലാക്കാലോ. എടി, അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ പോകുന്ന ആളല്ലടി ഞാന്. നീ എന്തിനാ ഈ വീട്ടിൽ വന്ന് കയറിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഭാര്യ പദവി എന്റെ ഭാര്യ പദവി ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല. നിന്റെ മനസ്സിലെ വേറെ എന്തൊക്കെയോ ചിന്തകളാണ്. നിന്നെപ്പോലെ ഒരുത്തന് ഒരു പെണ്ണ് സ്നേഹിക്കത്തില്ലടാ. പിന്നെ എന്തിനാടി നീ ഇവിടെ കടിച്ചു തൂങ്ങുന്നത്? ആൾക്കാരെ ബോധിപ്പിക്കാനോ? ഇറങ്ങി പൊക്കൂടെ നിനക്ക്? വന്ന് അന്ന് മുതൽ തുടങ്ങിയത് യുദ്ധം. സത്യം പറഞ്ഞാൽ അത് കാരണം എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. നീ ഒരു കിഴങ്ങനാടാ, കിഴങ്ങൻ. ആയിക്കോട്ടെ, ഞാനൊരു കിഴങ്ങനാണെങ്കിലേ അങ്ങനെ ഒരു കിഴങ്ങന്റെ കൂടെ നീ എന്തിനാ കഴിയുന്നതെന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു കിഴങ്ങന്റെ കൂടെ നിനക്ക് കഴിയേണ്ട കാര്യമുണ്ടോ? ഇറങ്ങി പൊക്കൂടെ നിനക്ക്? നമ്മുടെ വിവാഹം നടത്താനേ നിന്റെ അച്ഛനും നിനക്കും അല്ലായിരുന്നോ താല്പര്യം? എനിക്കല്ലായിരുന്നുവല്ലോ. അനന്തപുരി തറവാട്ടിൽ കേറി കൂടാൻ വേണ്ടി നീ എന്റെ അമ്മയെ പോലും കയ്യിലെടുത്തു. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. എന്റെ അമ്മേനെ കയ്യിലെടുത്ത് വെച്ചേക്കാണല്ലോ. നിന്റെ മനസ്സിലടി മറ്റു പയ്യന്മാരുള്ളത്, നിനക്കാ കാമുകന്മാരുള്ളത്. ഹാടാ, നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് മനസ്സിലായി. പിന്നെ എനിക്കൊരു റിലീഫ് കിട്ടാന് ഞാനും സൗഹൃദങ്ങൾ കൂടണ്ടേ? എനിക്കും കൂടണ്ടേ? അങ്ങനെ സൗഹൃദങ്ങൾ കൂടുന്ന കൂട്ടത്തിൽ ആരെങ്കിലും നിന്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം നീ പോയാലും എനിക്ക് ഒരു വിരോധവും ഇല്ലടി. ഇറങ്ങിപ്പോക്കോ. എനിക്കറിയാടെ നിന്റെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് നീ ഇതല്ല ഇതിനപ്പുറവും പറയും. ദേ, എന്റെ മുമ്പിൽ നിൽക്കരുത്. മുമ്പിൽ നിന്ന് മാറിപ്പോ. നീ പറയുന്നത് സത്യമാ. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ നിന്റെ കൂടെ കഴിയുന്നത്. അത് എന്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചത് കൊണ്ട് മാത്രം. അല്ലാതെ എന്റെ മനസ്സിൽ നിന്നോട് ഇത്തിരി സ്നേഹം പോലും ഇല്ലടാ. അങ്ങനെ സ്നേഹിക്കേണ്ട കാര്യവും ഇല്ലടാ എന്ന് പറഞ്ഞ അനാമിക ദേഷ്യം വന്നങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും അനി ഇങ്ങനെ നിൽക്കുകയാണ്. പാവം, അനിയുടെ ജീവിതം കോഞ്ഞാട്ടായെന്ന് പറയാം. അല്ലാതെ പിന്നെ എന്താ പറയാ. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ജ്യൂസൊക്കെ ഇങ്ങനെ അടിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജാനകി വന്ന് പറയുക, എന്തിനാ ഏടത്തി അവളുമാര് വരുമ്പോ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? അത് പിന്നെ അനിയത്തിനെ സൽക്കരിച്ചില്ലെങ്കിൽ എന്റെ മരുമകള് പിണങ്ങി പോയാലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ഏടത്തിനെ അവളുമാര് ബ്ലാക്ക്മെയിൽ ചെയ്യും. ഹേയ്, അങ്ങനെ ഒരു വേലയൊന്നും എന്റെ അടുത്ത് നടക്കില്ല ജാനകി. ഞാൻ ആരാ മോളെന്ന് നിനക്ക് അറിയില്ല. പിന്നെ എന്റെ ജീവിതത്തിലെ താളം തെറ്റാതിരിക്കാൻ ഞാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. അനാമിക മോൾക്കേ അവൾ ഈ പരിസരത്ത് വരുന്നത് പോലും ഇഷ്ടമല്ല. എന്നിട്ട് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി ചേച്ചിമാരെ കാണാനാണെന്ന് പറഞ്ഞ് അനിയത്തി ഇങ്ങോട്ടേക്ക് വരിക. ഇന്ന് അവൾ എത്തിയതിന് കാരണമുണ്ടല്ലോ ജാനകി. അവളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമല്ലേ ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതൊക്കെ വലിയ സംഭവമാണെന്ന് ആരാ ഇപ്പം പറയുന്നത്? അതൊക്കെ വലിയ കാര്യമാണോ? പെൺകുട്ടികൾ കാക്കിടുന്നത് എനിക്കിഷ്ടമല്ല. എന്തിന്? അത് നമ്മളല്ലല്ലോ നോക്കേണ്ടത്. അവർക്ക് ഇഷ്ടമായിരിക്കും. അത് മാത്രമല്ല, നന്ദുവിന്റെ സ്വഭാവം നിനക്കറിയാലോ. 4-5 ആണുങ്ങൾ വന്നാലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി തോൽപ്പിക്കും. അതിനുള്ള ശേഷി അവക്കുണ്ട്. അതിന് ആദർശം സാക്ഷിയായിട്ടുണ്ടല്ലോ. പിന്നെ നിന്റെ മരുമകള് ഒരിക്കല് ഗുണ്ടകള് തട്ടിക്കൊണ്ട് പോയപ്പം അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാ? ഈ പറഞ്ഞ നന്ദു അല്ലേ? അതൊക്കെ ഇവൾമാര് തന്നെ ചെയ്താണെന്നോ എനിക്കിപ്പോ സംശയം ഏടത്തി. അവളുടെ കൂട്ടുകാരായിരിക്കും ആ 4 ഗുണ്ടകള്. വ്യക്തമായ ഒരു തെളിവില്ലാതെ ആരെയും കുറ്റപ്പെടുത്തരുത് ജാനകി. എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? എനിക്കും നിനക്കും ഒക്കെ നയനയോടും നന്ദുവിനോടും ഒക്കെ നല്ല ദേഷ്യമുണ്ട്. അതൊക്കെ ശരിയാ. എന്നാലും അവരുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരാണെങ്കിലോ 3 പെൺകുട്ടികളാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നയനയ്ക്ക് നന്ദുവിന് ജീവനാ. തിരിച്ചും അങ്ങനെ തന്നെയാ. കൂടപ്പിറപ്പുകൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാ. ആ നിലയ്ക്ക് മിക്ക ദിവസവും നന്ദു ഇവിടെ വരേണ്ടതല്ലേ? പക്ഷെ വരുന്നുണ്ടോ ആ കുട്ടി? ആ കുട്ടി വരുന്നില്ല. കാരണം എന്താ? കാരണം നമ്മളെയൊക്കെ പേടിച്ചിട്ട് തന്നെയാ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കെ അവളുടെ ജീവിതത്തിൽ ഒരു പ്രധാന സംഭവം ഉണ്ടാകുമ്പോൾ അത് ചേച്ചിമാരെ അറിയിക്കാന് അനിയത്തി വരരുതെന്ന് പറയുന്നത് ശരിയാണോ ജാനകി? അവൾ എന്റെ മരുമകളെ ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെയായി എടുത്തി വരുന്നത്. അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഓടി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടാ ഞാൻ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുകയാണ് കേട്ടോ. ദേവയാനി ദേഷ്യം വന്ന് ജ്യൂസ് എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് നമ്മുടെ ദേവയാനിക്ക് അറിയാം. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ ആദർശിനെയും നയനെയാണ് കാണിക്കുന്നത്. ആദർശ് പറയാ, നിന്നെ കുറിച്ചേ ഭയങ്കര മതിപ്പാട്ടോ. എന്റെ ഭാര്യ ആയതുകൊണ്ട് റാഞ്ചി കൊണ്ട് പോകാനും പറ്റില്ല. അത് ശരിയാ. ഏതായാലും നവ്യേച്ചിനെയും കൂടെ ഓഫീസിലേക്ക് കൊണ്ടുവരണം. അതാ നല്ലത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വീട് വരേക്ക് ഒന്ന് പോണം. അല്ല, അപ്പൊ ഞാൻ വരണ്ടേ? ഏതായാലും നല്ലൊരു കേക്ക് മേടിച്ചോണ്ട് പൊക്കോ. ഏതായാലും ഞാനും വരാം മുറിക്കാന്. എന്നിട്ട് നമ്മുടെ നയന പറഞ്ഞു, അവളുടെ ജോലി എന്റെ സ്വപ്നമായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആണെങ്കിലും SI ടെസ്റ്റ് എഴുതിയപ്പം ഞാൻ അത്ര വലിയ പ്രോത്സാഹനമൊന്നും കൊടുത്തില്ലായിരുന്നു ആദർശേട്ടാ. പക്ഷെ അവൾ SI ടെസ്റ്റ് പാസ്സായി. വേറെ ഒന്നും കൊണ്ടും അല്ല ആദർശേട്ടാ. മുന്നും പിന്നും നോക്കാതെ തെറ്റിനെതിരെ പ്രതികരിക്കുന്ന കൂട്ടത്തിൽ അവള്. ആ സ്വഭാവത്തെ നമ്മൾ ഭയന്നല്ലേ പറ്റത്തുള്ളൂ. അതിനോട് എനിക്ക് എന്തായാലും യോജിപ്പൊന്നുമില്ല. ഞാൻ ഉള്ളത് പറയാലോ.
നന്ദുവിന് യോജിച്ച പ്രൊഫഷൻ തന്നെയാണ് അവൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. SI. ഒരു യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും, നല്ല ലുക്കായിരിക്കും. പിന്നെ സാധാ ഒരു പെൺകുട്ടീനെ പോലെയല്ല, നല്ല കരുത്താവക്ക്. അതുകൊണ്ട് അവൾ പോലീസ് യൂണിഫോമിൽ തന്നെ വരണം. അവളുടെ തല്ല് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ. ഇനി ഏത് സ്റ്റേഷനിൽ ചാർജ് എടുത്താലും അവിടുത്തെ കില്ലാടികൾക്ക് ഇനി നല്ല കൊള. അവന്മാരെയൊക്കെ അവള് ഇടിച്ച് ശരിയാക്കും. ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആദർശ് നയനി ഇങ്ങനെ വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ. അവരിങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സീനാണ് കാണിച്ചത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും നവിയും കൂടെ നേരെ കനകനെയും നന്ദുവിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കനക പറയും, ആരൊക്കെയാ ഈ വരുന്നത് എന്ന് പറയാണ്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മുടെ നയനിക്കും നവിക്കും നന്ദുവിനും കനകദുർഗയ്ക്കും ഒക്കെ. അവരുടെ മുഖത്തിന്റെ ആ ഒരു പ്രകാശമൊക്കെ കണ്ടാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നും കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞു, ദേ എന്റെ 2 ചേച്ചിമാരും ഒന്നിച്ചു വന്നല്ലോ, ഇത് അത്ഭുതമാണല്ലോ. ഇതിങ്ങനെ കാണാറില്ലല്ലോ. അപ്പോഴത്തേക്ക് നയന് പറഞ്ഞു, ഒരു അത്ഭുതമില്ല, നീ പോലീസ് ഓഫീസർ ആകാൻ പോവല്ലേ, അപ്പൊ ആ സന്തോഷം നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു, അത് കറക്റ്റ് ആട്ടോ, ഏതായാലും കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ ഒരു ഉമ്മ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവി ചോദിച്ചു, അതെന്താ എനിക്ക് ഉമ്മയില്ലേ നന്ദു? പിന്നെ നിനക്ക് ഉമ്മയില്ലേടി കള്ളി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഉമ്മ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കനകദുർഗ പറഞ്ഞു, ഇവക്ക് ആഗ്രഹിച്ച ജോലിയൊക്കെ കിട്ടി, ഇനി ആരെയൊക്കെ ഇവിടെ ഇടിച്ചു പഞ്ചറാക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു, നിയമലംഘനം നടത്തുന്നവരെ ചവിട്ടി കൂട്ടണം. കൊള്ളാം, ഒരു സമയത്ത് നിയമലംഘനം മാത്രം നടന്നവളാ ഈ പറയുന്നതെന്ന് കനക പറഞ്ഞപ്പം അത് ശരിയാ എന്നിങ്ങനെ നയനയും പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു, പക്ഷെ ഞാൻ ഇന്ന് അനന്തപുരി തറവാട്ടിലെ മരുമകളാ. ആ കുടുംബം എന്റെ സ്വഭാവം സത്യം പറഞ്ഞാൽ മാറ്റി. പിന്നെ എന്റെ അനിയത്തിമാരും ഇപ്പോഴേ ഞാൻ നല്ലൊരു പെണ്ണ, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ പറഞ്ഞു, അതെ അതെ അതെ. അപ്പൊ നവ്യ പറഞ്ഞു, അല്ല ഞാൻ നിയമലംഘനം നടത്തി എന്ന് പറയാൻ അമ്മയ്ക്ക് ഒരു അവകാശമില്ല. അങ്ങനെ എന്നെ കൊണ്ട് നിയമം പലപ്പോഴും ലംഘിപ്പിച്ചത് ആരാന്നറിയാലോ, ഈ നിൽക്കുന്ന എന്റെ അമ്മയാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കനകദുർഗ പറഞ്ഞു, ചിരിക്കുന്ന നീ എല്ലാണ്ടും കൂടെ എന്നെ കളിയാക്കുമ്പോ ചിരിക്കുവാണോ? എങ്ങനെ ചിരിക്കാതിരിക്കും? ഒരു ദിവസമല്ല, കഴിഞ്ഞു പോയ കഥകളൊക്കെ ഓർക്കുന്നുണ്ടോ? കോടീശ്വരന്മാരെ മാത്രം തപ്പിക്കൊണ്ടിരുന്നതാ, ആഡംബര കാറിൽ വരുന്നവർ തപ്പിക്കൊണ്ടിരുന്നതാ ഞങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കാന്. അത് പിന്നെ മോളെ, അത് കഴിഞ്ഞാൽ ഇനി എന്തിനാ അതൊക്കെ പറയുന്നത്? എങ്കിൽ പിന്നെ എന്റെ കാര്യം പറയരുത്, എന്റെ സ്വഭാവം ഞാൻ കളഞ്ഞു. അല്ല നമ്മുടെ ശില്പിനെ കാണുന്നില്ലല്ലോ. അത് പിന്നെ കടയിലെ പിള്ളേർക്കൊക്കെ മധുരം കൊടുക്കാൻ വേണ്ടി പോയിരിക്കും. ഈ സന്തോഷ വാർത്ത അറിഞ്ഞ് ഉടനെ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ നമ്മുടെ നയന പറഞ്ഞു, ആദർശേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നീ SI ആയിട്ട് വേണം മോളെ എനിക്ക് 1-2 പേരോട് പ്രതികാരം ചെയ്യാൻ. അത് വേറെ ആരോടും അല്ല, എന്റെ ഭർത്താവിനോടും അമ്മായിയമ്മയോടും ആണ് നമ്മുടെ നവ്യ പറഞ്ഞതും. നമ്മുടെ കനകദുർഗ നന്ദുവിനെ നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്ന. അപ്പൊ കുറച്ച് കൂടി പോയെന്ന് പറഞ്ഞു ഇന്നത്തെ സംഭാഷണവും സന്തോഷവും ഒക്കെ കാരണം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.